+1 പരീക്ഷയ്ക്ക് സ്ഥിരമായി ക്വസ്റ്റ്യൻസ് വരാറുള്ളൊരു ഭാഗമാണ് അടുത്തത്. സം ടു n ടേംസ് ഓഫ് എ ജി പി. ഇപ്പോൾ ഒരു ജി പിയുടെ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻസ് ഈ ഭാഗത്തുനിന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ അതിനകത്ത് n ടേംസിൻ്റെ സമ്മ് നമ്മൾ 2 ഇക്വേഷൻസ് ആണുള്ളത്. n ടേംസിൻ്റെ സമ്മിനെ SN എന്ന് ഡിനോട്ട് ചെയ്യും. SN is equal to a into 1 minus r raised to n by 1 minus r, അല്ലെങ്കിൽ SN equal to a into r raised to n minus 1 by r minus 1. ഇങ്ങനെ 2 ഇക്വേഷൻസ് നമ്മളിവിടെ നിന്ന് പഠിക്കണം. ഇതിൽ ഈ ഇക്വേഷൻ SN is equal to a into 1 minus r raised to n by 1 minus r എന്ന ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് ആറിൻ്റെ വാല്യൂ 1-നേക്കാൾ കുറഞ്ഞിരിക്കുമ്പോഴാണ്. ആറിൻ്റെ വാല്യൂ 1-നേക്കാൾ കുറഞ്ഞിരിക്കുമ്പോൾ 1 മൈനസ് ആർ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ 1 മൈനസ് ആർ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ വരുന്ന രീതിയിൽ ആറിൻ്റെ വാല്യൂ 1-നേക്കാൾ കുറഞ്ഞിരിക്കുമ്പോഴാണ് ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് ആറിൻ്റെ വാല്യൂ 1-നേക്കാൾ കൂടിയിരിക്കുമ്പോഴാണ്. SN is equal to a into r raised to n minus 1 by r minus 1. ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് ആറിൻ്റെ വാല്യൂ 1-നേക്കാൾ കൂടിയിരിക്കുമ്പോൾ. ഇനി ഈ ഭാഗത്തു നിന്നും നേരത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. എക്സാമ്പിൾ: യൂസിങ് പ്രോഗ്രഷൻ ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി സീരീസ് 1 plus 2/3 plus 4/9 plus etc. അപ്പോൾ ഇതൊരു ജി പി ആണെന്ന് തന്നിട്ടില്ല, ഇതൊരു സീരീസ് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ സീരീസിലെ ആദ്യത്തെ 5 ടേംസിൻ്റെ സം കാണണം. ഇപ്പോൾ ഒരു സീരീസ് എന്നാൽ ഒരു സീക്വൻസിലെ ടേംസിനെ പ്ലസ് സൈൻ ഉപയോഗിച്ച് യോജിപ്പിച്ച് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഒരു സീരീസ്. അപ്പോൾ ഇതുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടൊരു സീക്വൻസ് ഉണ്ടാവും. ഇതിലെ ടേംസിനെ നമ്മൾ കോമ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ദി കറസ്പോണ്ടിങ് സീക്വൻസ് ഈസ് ഏതാണ്? 1, 2/3, 4/9, എക്സെട്ര. അപ്പോൾ ഇതാണ് കറസ്പോണ്ടിങ് സീക്വൻസ്. ഇനി ഇതെന്ത് ടൈപ്പാണ്? ഇത് AP ആണോ GP ആണോ? നോക്കുക. സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. 2/3/1 ദാറ്റ്സ് ഈക്വൽ ടു 2/3. ദെൻ തേർഡ് ടേമിനെ സെക്കൻഡ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താലോ 4/9/2/3 ഈക്വൽ ടു ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 4/9 ഇൻറ്റു 3/2 എന്ന് വരും. 3 ഇവിടെ തന്നെ 3 ക്യാൻസൽ ചെയ്ത് 3 കിട്ടും. ദെൻ 2 കോമൺ ആണ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അപ്പോൾ ഇവിടെ 4 ക്യാൻസൽ ചെയ്ത് 2 വരും. അപ്പോൾ 2/3 എന്ന് കിട്ടും. നോക്കുക. ഫസ്റ്റ് ടേമിനെ സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2/3 കിട്ടി. തേർഡ് ടേമിനെ സെക്കൻഡ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2/3 കിട്ടി. അതായത് ഫസ്റ്റ് ടേമിനെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെക്കൻഡ് ടേം കിട്ടുന്നു. സെക്കൻഡ് ടേമിനെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് തേർഡ് ടേം കിട്ടുന്നു. അപ്പോൾ ഇതൊരു ജി പി ആണ്. ദിസ് ഈസ് എ ജി പി വിത്ത് ഫസ്റ്റ് ടേം a is equal to 1 ആൻഡ് r is equal to ഏത് സംഖ്യ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്? 2/3. അപ്പോൾ r 2/3. ഇനി ഇതിലെ ആദ്യത്തെ 5 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ SN is equal to ഇവിടെ ആറിൻ്റെ വാല്യൂ നോക്കുക. 2/3 ആണ്, 1-നേക്കാൾ കുറവാണ്. അപ്പോൾ a ഇൻറ്റു 1 minus r raised to n by 1 minus r എന്ന ഇക്വേഷൻ ഉപയോഗിക്കുക. ഇനി ആദ്യത്തെ 5 പദങ്ങളുടെ സമ്മായതുകൊണ്ട് n 5 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എഴുതാം S5 ഈക്വൽ ടു എത്രയാണ്? 1 ഇൻറ്റു 1 minus 2/3 raised to 5 by 1 minus 2/3. That's equal to 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ദാറ്റ് ഈസ് ന്യൂമറേറ്റർ 1 minus 2/3 raised to 5നെ 2 raised to 5 by 3 raised to 5 എന്ന് എഴുതാം. ബൈ 1 minus 2/3 എത്രയാണ്? 1/3 ആണ്. 1 minus 2/3 1/3. സംശയമുള്ളവർ നോക്കിക്കൊള്ളുക. 1 minus 2/3 ഈക്വൽ ടു നമുക്ക് 3 കോമൺ ആക്കണം. അപ്പോൾ 3 കൊണ്ട് 1-ൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1-ൻ്റെ ഡിനോമിനേറ്റർ 1 എന്ന് തന്നെ വരും. അപ്പോൾ നമുക്ക് 3/3 മൈനസ് 2/3 എന്ന് വരും. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ്. ഇനി ന്യൂമറേറ്ററിൽ ക്രിയേറ്റ് ചെയ്താൽ മതി. 3 minus 2/3 എന്ന് വരും. 3 minus 2 എത്രയാണ്? 1/3. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. ദാറ്റ്സ് ഈക്വൽ ടു ഇനി 1/3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? 1/3യുടെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 1 മൈനസ് ഇനി നമുക്ക് അതോടൊപ്പം ഈ 2/5ൻ്റെ വാല്യൂ കാണാം. 2/5 എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 × 2 × 2 × 2
ഇങ്ങനെ 5 പ്രാവശ്യം 2 മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ്സ് ഈക്വൽ ടു 32 എന്ന് കിട്ടും. അതുപോലെ 3⁵ വാല്യൂ ഈ ഇതുപോലെ 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ്സ് ഈക്വൽ ടു 243 എന്ന് വരും. അപ്പോൾ 32/243 ഇൻറ്റു 1/3 റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 3/1. ദാറ്റ്സ് ഈക്വൽ ടു ന്യൂമറേറ്റർ അപ്പോൾ 3 ഇൻറ്റു എന്നാകും. ദാറ്റ് ഈസ് 3 ഇൻറ്റു ഇനി ഇവിടെ ഈ ബ്രാക്കറ്റിലുള്ള ഭാഗം സിംപ്ലിഫൈ ചെയ്യുന്നതിന് 243 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ 243/243 മൈനസ് 32/243 എന്നായി. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി. അപ്പോൾ ഇനിയിപ്പോൾ ന്യൂമറേറ്ററിൽ 243 32 കുറച്ചാൽ മതി. ദാറ്റ് ഈസ് 3 ഇൻറ്റു 243 32 കുറച്ച് കഴിഞ്ഞാൽ 211 കിട്ടും ബൈ 243. ദെൻ 3യുടെ പവറാണ് 243. അതുകൊണ്ട് 3 ക്യാൻസൽ ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 3 ഇൻറ്റു 211 ബൈ 3 ഇൻറ്റു 81 ആണ് 243. 3യും 3യും ക്യാൻസലായി പോയിട്ട് 211/81 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ആദ്യത്തെ 5 ടേംസിൻ്റെ സമ്മ് 211/81. ഓക്കെ. GPയുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസിൽ അതിലെ തുടർച്ചയായ 3 പദങ്ങളുടെ 3 ടേംസിൻ്റെ പ്രോഡക്റ്റ് ചിലപ്പോൾ തരാറുണ്ട്. ആ പ്രോഡക്റ്റിൽ നിന്ന് നമ്മൾ അതിൻ്റെ കോമൺ റേഷ്യോ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി അതിന് സൗകര്യാനുസരണം നമുക്ക് ആ ടേംസ് A/R AAR എന്ന രൂപത്തിൽ വേണം എടുക്കാൻ. A/R AAR കാരണം ഇതിൻ്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ A³ എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു GPയുടെ തുടർച്ചയായ ചിലപ്പോൾ ആദ്യത്തെ 3 പദങ്ങളുടെ പ്രോഡക്റ്റ് ആയിരിക്കും തരിക. അല്ലെങ്കിൽ ഏതാണെങ്കിലും തുടർച്ചയായ 3 പദങ്ങളുടെ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ടേംസിനെ A/R AAR എന്ന രൂപത്തിൽ എടുക്കുക. ഈ പ്രോബ്ലം നോക്കുക. ക്വസ്റ്റ്യൻ: The sum of first 3 terms of a GP is 13/12 and their product is -1. Find the common ratio and the terms. അപ്പോൾ ആദ്യത്തെ 3 പദങ്ങളുടെ തുകയും അവയുടെ പ്രോഡക്റ്റും തന്നിട്ടുണ്ട്. കോമൺ റേഷ്യോയും ആ ടേംസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ തുടർച്ചയായ 3 പദങ്ങൾ, ആദ്യത്തെ 3 പദങ്ങൾ എന്ന് പറഞ്ഞാൽ തുടർച്ചയായ 3 പദങ്ങളുടെ പ്രോഡക്റ്റ് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ ടേംസിനെ A/R AAR എന്നെടുക്കുക. ലെറ്റ് the terms be A/R A and AR. Then ഇവയുടെ പ്രോഡക്റ്റ് -1 ആണ് തന്നിട്ടുണ്ട്. A/R ഇൻറ്റു A ഇൻറ്റു AR ഈക്വൽ ടു -1. ഇനി ഇത് നോക്കുക. 6 ന്യൂമറേറ്ററിലും ഉണ്ട്, ഡിനോമിനേറ്ററിലും ഉണ്ട്. അതുകൊണ്ട് 6 ക്യാൻസൽ ചെയ്യാം. നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 6 ക്യാൻസൽ ചെയ്യാം. പോയിട്ട് A ഇൻറ്റു A ഇൻറ്റു A എന്ന് വരും. ദാറ്റ് ഈസ് ദിസ് സിംപ്ലൈസ് A³ ഈക്വൽ ടു -1 കിട്ടും. A³ വാല്യൂ -1. ഇനി ദർഫോർ A³ -1 ആണെങ്കിൽ A എത്ര വരും? -1 വരും. കാരണം -1ൻ്റെ ക്യൂബാണ് -1 വരുള്ളൂ. A -1 ആയി. ദെൻ പ്രോഡക്റ്റ് -1 ഉപയോഗിച്ച് നമ്മൾ എയുടെ വാല്യൂ -1 ഉണ്ട്. ഇനി നോക്കുക. സം ഇസ് ഈക്വൽ ടു 13/12 എന്ന് പറഞ്ഞിട്ടുണ്ട്. A/R പ്ലസ് A പ്ലസ് AR ഈക്വൽ ടു 13/12. ഇനി എക്ക് പകരം -1 കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് -1/R പ്ലസ് -1 പ്ലസ് -1 ഇൻറ്റു R ഈക്വൽ ടു 13/12. ലെഫ്റ്റ് സൈഡ് ഫ്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ കോമൺ ഡിനോമിനേറ്റർ ആക്കണം. അപ്പോൾ ഈ 6 കൊണ്ട് ഇതിലെ ഓരോ ടേമിനെയും ഈ 2 ടേമിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. -1/R പ്ലസ് 6 കൊണ്ട് ഇവിടെ -1നെ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും വേണം. അപ്പോൾ -1 ഇൻറ്റു R -R/R പ്ലസ് -1 ഇൻറ്റു R -R ആയി. അതിനെ വീണ്ടും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ -R ഇൻറ്റു R -R² വരും. -1 ഇൻറ്റു R ഇൻറ്റു R -R² ബൈ R ദാറ്റ്സ് ഈക്വൽ ടു 13/12. ഇപ്പോൾ ഈ 2 ടേംസിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് 6 വന്നു. ഇപ്പോൾ ന്യൂമറേറ്റർ നമുക്ക് സെയിം ആയിട്ട് എഴുതാമല്ലോ. ദാറ്റ് ഈസ് -1 പ്ലസ് -R പ്ലസ് -R² ബൈ R ഈസ് ഈക്വൽ ടു 13/12. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 12 ഇൻറ്റു നമുക്കിവിടെ ഈ ടേംസിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. -1 പ്ലസ് -R എന്നുള്ള -R
പ്ലസ് മൈനസ് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഈക്വൽ ടു 13r എന്നെഴുതാം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -12 -12r -12r സ്ക്വയർ ഈക്വൽ ടു 13r എന്ന് കിട്ടും. ഓർ എല്ലാത്തിനും ലെഫ്റ്റ് സൈഡിലേക്ക് 13rനെയും കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ആർ സ്ക്വയറിൻ്റെ ടേം ആദ്യം എഴുതാം. ദാറ്റ് ഈസ് -12r സ്ക്വയർ -12r 13r ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ -13r ദെൻ ലാസ്റ്റ് ടൈം -12 ഈക്വൽ ടു റൈറ്റ് സൈഡ് 0. ദാറ്റ് ഈസ് -12r സ്ക്വയർ -25r -12 ഈക്വൽ ടു 0. എല്ലാ ടേമും നെഗറ്റീവാണ്. നമുക്ക് എല്ലാത്തിൻ്റെ സൈൻ ചേഞ്ച് ചെയ്ത് ഒന്നിച്ച് പോസിറ്റീവ് ആക്കാം. ദാറ്റ് ഈസ് 12r സ്ക്വയർ പ്ലസ് 25r പ്ലസ് 12 ഈക്വൽ ടു 0. അപ്പോൾ ഇത് r എന്ന വേരിയബിളിലുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായി. ഇനി നമുക്കിതിനെ സോൾവ് ചെയ്യാം. r ഈക്വൽ ടു ഓർക്കുക -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ -4ac/2a എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സ് ഈക്വൽ ടു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ -4ac/2a. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ബിയുടെ സ്ഥാനത്ത് 25 ആണ്. അപ്പോൾ -25 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ 25 സ്ക്വയർ -4 × 12 × 12 ബൈ എയും സിയും 12 ആണെന്ന് ഓർക്കുക /2a 2 × 12 ദാറ്റ്സ് ഈക്വൽ ടു -25 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 625 മൈനസ് 4 × 12 × 12 4 × 144 വരും 576/24 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു -25 പ്ലസ് ഓർ മൈനസ് 625 576 കുറച്ചാൽ 49 വരും. അതിൻ്റെ റൂട്ട് 7 ആയിരിക്കും. 625 576 കുറച്ചാൽ 49, അതിൻ്റെ റൂട്ട് 7/24. ഇപ്പോൾ രണ്ട് വാല്യൂസ് ആറിന് കിട്ടും. r ഈക്വൽ ടു -25 പ്ലസ് 7/24 ദാറ്റ്സ് ഈക്വൽ ടു -18/24 എന്ന് വരും. -25ൻ്റെ കൂടെ 7 കൂട്ടിയാൽ -18. ദെൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 6 കോമൺ ഫാക്ടറാണ്. ദാറ്റ്സ് 6 ഉപയോഗിച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ -3/4. ഇനി ആറിന് കിട്ടാവുന്ന രണ്ടാമത്തെ വാല്യൂ r ഈക്വൽ ടു -25 -7/24 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു -32/24 ആണ്. ഓർക്കുക ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 8 കോമൺ ഫാക്ടറാണ്. 8 4 × 32 3 × 24. അപ്പോൾ 8 കോമൺ ഫാക്ടർ ആയതുകൊണ്ട് 8 ഉപയോഗിച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ -4/3. അപ്പോൾ ആറിന് രണ്ട് വാല്യൂസ് കിട്ടി, -3/4 ആൻഡ് -4/3. r ഈക്വൽ ടു -3/4 ആയാൽ a/r ഈക്വൽ ടു എത്ര വരും? എയുടെ വാല്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ -1 ആണ്. -1/-3/4 ദാറ്റ്സ് ഈക്വൽ ടു 4/3 എന്ന് വരും. 1/3/4 4/3. ദെൻ രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് ഉത്തരം പോസിറ്റീവ് 4/3. ദെൻ AR ഈക്വൽ ടു -1 × -3/4 ദാറ്റ്സ് ഈക്വൽ ടു 3/4. അതായത് 4/3 a/r AR എന്നായിരുന്നു ടേംസ്. 4/3 എയുടെ വാല്യൂ -1 3/4 ആർ ദി ടേംസ്. ഇനി ആറിന് ഒരു വാല്യൂം കൂടെ കിട്ടിയിട്ടുണ്ട് -4/3. വെൻ r ഈക്വൽ ടു -4/3 a/r ഈക്വൽ ടു -1/-4/3 ദാറ്റ്സ് ഈക്വൽ ടു 3/4 ആൻഡ് AR ഈക്വൽ ടു -1 × -4/3 ദാറ്റ്സ് ഈക്വൽ ടു 4/3. അപ്പോൾ ഇവിടുത്തെ ടേംസ് എന്ത് വരും? a/r ദാറ്റ് ഈസ് a/r മീൻസ് 3/4 a -1 AR 4/3 4/3 ആർ ദി ടേംസ്. ഇപ്പോൾ കോമൺ റേഷ്യോ ആറും ടേംസും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഹൗ മെനി ടേംസ് ഓഫ് ദി GP 3, 3/2, 3/4 etc. ആർ നീഡഡ് ടു ഗിവ് ദി സം 3069/512? അപ്പോൾ ഒരു GPയുടെ സമ്മ് വന്നിട്ടുണ്ട്. എത്ര ടേംസിൻ്റെ സമ്മാണ് ഈ 3069/512 എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് n ടേംസിൻ്റെ സമ്മായിട്ട് കരുതാം. ലെറ്റ്
Sn is equal to 3016 by 512. ജി പിയിൽ നിന്നും ജി പിയുടെ ഫസ്റ്റ് ടേം എ ഇസ് ഈക്വൽ ടു 3 ആണ്. ആർ ഇസ് ഈക്വൽ ടു കണ്ടുപിടിക്കാൻ സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ തേർഡ് ടേമിനെ സെക്കൻഡ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 3/4 ബൈ തേർഡ് ടേമിനെ സെക്കൻഡ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 3/4 ബൈ 3/2. ദാറ്റ്സ് ഈക്വൽ ടു 3/4 ഇൻറ്റു 2/3 വരും. 3യും 3യും ക്യാൻസൽ ചെയ്യും. 2 കോമൺ ഫാക്ടറാണ്, ഇവിടെ 2 വരുന്നു. ന്യൂമറേറ്ററിൽ 1. ദാറ്റ് ഈസ് 1/2 ആണ്. 1/2 ആണ് ഇതിൻ്റെ കോമൺ റേഷ്യോ. അപ്പോൾ നമുക്ക് എസ് എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാമല്ലോ. ആറിൻ്റെ വാല്യൂ 1നേക്കാൾ കുറവാണ്, 1/2 ആണ്. അപ്പോൾ എ ഇൻറ്റു ദാറ്റ് ഈസ് എ ഇൻറ്റു 1 മൈനസ് ആർ റൈസ് ടു എൻ ബൈ 1 മൈനസ് ആർ ഈക്വൽ ടു 3016 ബൈ 512. ഇനി എയുടെ വാല്യൂ എത്രയാണ്? എയുടെ വാല്യൂ 3. ദാറ്റ് ഈസ് 3 ഇൻറ്റു 1 മൈനസ് ആർ റൈസ് ടു എൻ, 1 മൈനസ് ആറിൻ്റെ വാല്യൂ 1/2. 1/2 റൈസ് ടു എൻ ബൈ 1 മൈനസ് 1/2 ഈക്വൽ ടു 3016 ബൈ 512. സിംപ്ലിഫൈ ചെയ്യാം. ത്രീ ഇൻറ്റു 1 മൈനസ് 1/2 റൈസ് ടു എൻ ബൈ 1 മൈനസ് 1/2 എത്രയാണ്? 1/2 തന്നെ. 1/2 ഈക്വൽ ടു 3016 ബൈ 512. ദെൻ 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 1/2ൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1/2ൻ്റെ റെസിപ്രോക്കൽ 2. ദാറ്റ് ഈസ് 3 ഇൻറ്റു 1 മൈനസ് 1/2 റൈസ് ടു എന്നെ 1 റൈസ് ടു എൻ ബൈ 2 റൈസ് ടു എൻ എഴുതാം. ദാറ്റ് ഈസ് 1/2 റൈസ് ടു എൻ തന്നെ. 1 റൈസ് ടു എൻ 1ൻ്റെ ഏത് പവർ എടുത്തു കഴിഞ്ഞാലും 1 തന്നെ കിട്ടും. അതുകൊണ്ട് 1/2 റൈസ് ടു എൻ ഇൻറ്റു 1/2ൻ്റെ റെസിപ്രോക്കൽ 2. 2 ഇസ് ഈക്വൽ ടു 3016 ബൈ 512. 3 ഇൻറ്റു 2 6 വരും. ആ 6നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ റൈറ്റ് സൈഡിൽ ഡിനോമിനേറ്ററിലേക്ക് പോകുന്നത് 1 മൈനസ് 1/2 റൈസ് ടു എൻ ഈക്വൽ ടു 3016 ബൈ 6 ഇൻറ്റു 512. ദാറ്റ്സ് ഈക്വൽ ടു 3016 ബൈ 3072 എന്ന് കിട്ടും. 3072. നമുക്ക് എന്നിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര ടേംസിൻ്റെ സമ്മാണ് ഈ 3016 ബൈ 512 എന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 1/2 റൈസ് ടു എൻ ഈക്വൽ ടു 1/2 റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു 1 മൈനസ് 3016 ബൈ 3072 എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു കോമൺ ഡിനോമിനേറ്ററായി 3072നെ കോമൺ ഡിനോമിനേറ്റർ ആക്കുമ്പോൾ 3072 ബൈ 3072 മൈനസ് 3072 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. മൈനസ് 3016 ബൈ 3072. ദാറ്റ്സ് ഈക്വൽ ടു 3072 നിന്ന് 3069 പോയാൽ 3 ബൈ 3072. 1/2 റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു 3 ബൈ 3072. ദാറ്റ്സ് ഈക്വൽ ടു താഴെ 3ൻ്റെ മൾട്ടിപ്പിളാണിത്. അതായത് 3/3 ഇൻറ്റു 1024 ആണ്. 3യും 3യും ക്യാൻസലായിട്ട് ഇവിടെ 1. ദാറ്റ് ഈസ് 1/2 റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു 1/1024. ഓർക്കുക 1024 2ൻ്റെ പവറാണ്. ദാറ്റ്സ് ഈക്വൽ ടു 1/2 റൈസ് ടു 10 ആണ്. ഇനി 1/2 റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു 1/2 റൈസ് ടു 10 ആണെങ്കിൽ this implies 2 raised to n is equal to 2 raised to 10 implies n is equal to 10 എന്ന് കിട്ടും. എന്നിൻ്റെ വാല്യൂ 10. അപ്പോൾ 10 ടേംസിൻ്റെ സമ്മാണ് 3016 ബൈ 512. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If the common ratio of a GP is -1, then which of the following will be the sum of its first 20 terms? 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. 2 റൈസ് ടു n, 20, 0, -1 റൈസ് ടു 20. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നമുക്ക് കോമൺ റേഷ്യോ ഓഫ് എ ജി പി ഈസ് -1. കോമൺ റേഷ്യോ -1 ആണെങ്കിൽ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയായി വരാവുന്ന സംഖ്യ ഏതെന്നാണ് ചോദ്യം. നമുക്ക് നോക്കുക. ഇതിന് ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നോക്കുക. ലെറ്റ് എ ബി ദി ഫസ്റ്റ് ടേം.
എ ഫസ്റ്റ് ടേം ആണെങ്കിൽ സെക്കൻഡ് ടേം എന്തായിരിക്കും? ദെൻ A2 ഈക്വൽ ടു സെക്കൻഡ് ടേമിനെ A2 ഡെനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ -A ആയിരിക്കും. കാരണം A × -1 കോമൺ റേഷ്യോ ആണല്ലോ. കോമൺ റേഷ്യോ -1 ആയതുകൊണ്ട് A × -1 ദാറ്റ് ഈസ് -A. ദെൻ A3 ഈക്വൽ ടു -A × -1 ദാറ്റ്സ് ഈക്വൽ ടു A. A4 ഈക്വൽ ടു A3യെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. A × -1 ദാറ്റ്സ് ഈക്വൽ ടു -A. ഈ രീതിയിലായിരിക്കും പോവുക. അതായത് നമുക്ക് കിട്ടിയത് A1 ഫസ്റ്റ് ടേം A ആണ്, സെക്കൻഡ് ടേം -A ആണ്, തേർഡ് ടേം A, ഫോർത്ത് ടേം -A. ഈ രൂപത്തിലങ്ങ് പോവുകയാണ്. ദെൻ A1 + A2 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? A + -A വരും. ദാറ്റ്സ് ഈക്വൽ ടു 0 ആവും. ഇനി A3 + A4 എടുത്തു കഴിഞ്ഞാലോ ദാറ്റ്സ് അഗെയിൻ A + -A ദാറ്റ്സ് ഈക്വൽ ടു 0. അതായത് ഇതിനകത്ത് ഈവൻ നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മ് ആദ്യത്തെ ഈവൻ നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മ് എടുത്തു കഴിഞ്ഞാൽ അത് 0 ആയി പോകും. അതുകൊണ്ട് ദെർഫോർ സം ഓഫ് ഈവൻ നമ്പർ ഓഫ് കൺസിക്യൂട്ടീവ് ടേംസ്, തുടർച്ചയായിട്ടുള്ള ടേംസ് വേണം, കൺസിക്യൂട്ടീവ് ടേംസ് ഈക്വൽ ടു 0 ആയിരിക്കും. ദെർഫോർ S20 20 ഈവൻ നമ്പറാണല്ലോ, S20 ഈക്വൽ ടു 0. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് അടുത്തത്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദി സം ടു n ടേംസ് ഓഫ് ദി സീരീസ് 4 + 44 + 444 + എക്സെട്ര. അപ്പോൾ നമുക്കിവിടെ ഒരു സീരീസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സീക്വൻസ് ഏതാണ്? ദി കറസ്പോണ്ടിങ് sequence is 4, 44, 444 etc. ഇതൊരു GP അല്ല. നമുക്കറിയാം 4 × 11 44, 44 × 11 444 അല്ല. അതുകൊണ്ടൊരു സ്ഥിരമായ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്തുന്നതല്ല. പക്ഷേ ഒരു GPയുടെ സം കാണാനുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ സം കണ്ടുപിടിക്കാം. അതെങ്ങനെയെന്ന് നോക്കാം. ലെറ്റ് S = 4 + 44 + 444 SN നമുക്ക് കൊടുക്കാം. SN = 4 + 44 + 444 + എക്സെട്ര അപ് ടു n ടേംസ്. ആദ്യത്തെ n ടേംസിൻ്റെ സമ്മ് SN എടുക്കാം. ദെൻ ദിസ് ഈക്വൽ ടു, അപ്പോൾ ഇതിനെ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ഇതെല്ലാം. അപ്പോൾ 4 നമുക്ക് കോമൺ ഫാക്ടറായിട്ട് എടുക്കാം. 4 × 1 + 4 × 1 4 ഓർക്കുക. 4 × 11 44. 11 + 111 4 × 111 444. 111 പ്ലസ് എക്സെട്ര അപ് ടു n ടേംസ്. ദാറ്റ്സ് ഈക്വൽ ടു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂവിന് വ്യത്യാസം വരായിരിക്കാൻ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. അതായത് 4/9 × 9 പ്ലസ് 9 കൊണ്ട് ഇതിലെ ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 99 പ്ലസ് 999 പ്ലസ് എക്സെട്ര n ടേംസ്. ദാറ്റ്സ് ഈക്വൽ ടു 4/9 × നോക്കുക. 9 നമുക്ക് 10 - 1 എഴുതാം. 99നെ 100 - 1 എഴുതാം. 999നെ 1000 - 1 എന്നെഴുതുന്നു. പ്ലസ് എക്സെട്ര n ടേംസ്. ദാറ്റ്സ് ഈക്വൽ ടു 4/9 × 10 - 1 അങ്ങനെ തന്നെ എഴുതാം. ദെൻ 100നെ 10² എന്ന് എഴുതാം. 10² - 1 പ്ലസ് 1000 10³ ആണ്. അപ്പോൾ 10³ - 1 പ്ലസ് എക്സെട്ര n ടേംസ്. ഇനി ഇതിലെ 10ൻ്റെ പവേഴ്സ് എല്ലാം നമുക്ക് ഒരുമിച്ച് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 4/9 × 10 പ്ലസ് 10² പ്ലസ് 10³ പ്ലസ് എക്സെട്ര n ടേംസ് ഉണ്ട്. അതുകൊണ്ട് 10⁻n പ്ലസ് 10⁻n വരെ വരും. മൈനസ് എല്ലാ ടേമിൽ നിന്നും 1 കുറയ്ക്കാനുണ്ട്. അപ്പോൾ മൈനസ് ഓഫ് 1 പ്ലസ് 1 പ്ലസ് എക്സെട്ര n ടേംസ് എന്ന് എഴുതാം. ഓർക്കുക, n ടേംസ് ആണ് ഇവിടെ ഉള്ളത് ഉണ്ടായിരുന്നത്. നോക്കുക, അതുകൊണ്ട് 10, 10² 10³ എക്സെട്ര 10⁻n വരെയുള്ള ടേംസ് ഉണ്ടാവും. ഇനി അപ്പോൾ അത് നമ്മൾ ഒന്നിച്ചെഴുതി 10 + 10² + 10³ പ്ലസ് എക്സെട്ര പ്ലസ് 10⁻n.
ഇനി എല്ലാത്തിൽ നിന്നും 1 കുറയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ മൈനസ് ഓഫ് ആ 1 എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്നിച്ച് കുറയ്ക്കാം. മൈനസ് 1 + 1 + എക്സെട്ര n ടൈംസ്. ദാറ്റ്സ് ഈക്വൽ ടു 4/9 ഇൻറ്റു, നോക്കുക ഇതൊരു GP ആണ്. ഫസ്റ്റ് ടൈം 10, ദെൻ 10 × 10 ആണ് 10 സ്ക്വയർ, 10 സ്ക്വയർ × 10 ആണ് 10 ക്യൂബ്. അപ്പോൾ 10 കോമൺ റേഷ്യോ 6ഉം 10 ആയിട്ട് വരുന്നത്. ഒരു GPയുടെ സം കാണാനുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ സം കാണാം. നോക്കുക 10 + 10 സ്ക്വയർ + 10 ക്യൂബ് + എക്സെട്ര + 10⁻n. ഇവിടുത്തെ ഫസ്റ്റ് ടൈം A = 10 ആണ്. ദെൻ കോമൺ റേഷ്യോ നോക്കുക, 10 10 കൊണ്ട് ഗുണിച്ചാൽ 10 സ്ക്വയർ കിട്ടും. ദെൻ 10 സ്ക്വയറിനെ 10 കൊണ്ട് ഗുണിച്ച് 10 ക്യൂബായി. അപ്പോൾ 6ഉം 10 തന്നെയാണ്. ഇനി SN = എന്താണ്, A × 6ൻ്റെ വാല്യൂ 1 വലുതായതുകൊണ്ട് 6⁻n - 1/r-1 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ സം കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ സം എഴുതാം. എയുടെ സ്ഥാനത്ത് ഏത് വേണം, 10 × 10⁻n - 1/10 - 1. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ ഇത്രയായി. ദെൻ മൈനസ്, ഇവിടെ 1 + 1 + എക്സെട്ര n ടൈംസാണ്. അപ്പോൾ n ടൈംസ് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ n ആണ് കിട്ടുക. അപ്പോൾ -n വരും. ദാറ്റ്സ് ഈക്വൽ ടു 4/9 ഇൻറ്റു 10 × 10⁻n - 1/9 - n. ഇതാണ് നമുക്ക് തന്നിരുന്ന സീരീസിൻ്റെ n ടൈംസിൻ്റെ സം. 4 എന്ന നമ്പർ മാറി 5, 55, 555 അല്ലെങ്കിൽ 7, 77, 777 ഈ രൂപത്തിൽ മാറി മാറി വായിക്കാറുണ്ട്. ഏത് വന്നു കഴിഞ്ഞാലും ചെയ്യുന്നത് ഇതേ മോഡൽ തന്നെയാണ്. ഓക്കെ.